ഡോക്ടർ പി ജി ലൈഫ് ഒക്കെ പറയുകയാണെങ്കിൽ എങ്ങനെ ഉണ്ടായിരുന്നു? PG life, I had one of the best PG lives, and the best part, I had football. എത്രത്തോളം സ്ട്രെസ്ഫുൾ ആണ് MDS? സ്ട്രെസ്ഫുൾ തന്നെയാണ്. ഓക്കെ, അതിന് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് യാതൊരു സംശയമില്ല. ഇപ്പം അങ്ങനെ ഡിപ്പാർട്ട്മെന്റ് വെച്ച് അസസ് ചെയ്ത് നോക്കുമ്പോൾ ഓർത്തോയിൽ എനിക്ക് വയർ ബെൻഡിങ് ഭയങ്കര താല്പര്യമുള്ളൊരു കാര്യമായിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഉപ്പ പറഞ്ഞു, യു ടേക്ക്, യു ഡു സംതിങ്. ദെൻ ഐ ഫെൽറ്റ് ഏതെങ്കിലും ഒന്നെടുത്ത് അതിൽ മാസ്റ്റർ ചെയ്യാൻ. നല്ല റാങ്ക് വരുന്ന ആൾക്കാരൊക്കെ ചൂസ് ചെയ്യുന്നതാണ് ബേസിക്കലി ഓർത്തോ എന്നുള്ള ഡിപ്പാർട്ട്മെന്റ്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു കൺസിഡറേഷൻ? ലോട്ട് ഓഫ് തിങ്സ്. ഓക്കെ, ഐ മീൻ യു ക്യാൻ എൻറ്റയർലി ചേഞ്ച് എ പേഴ്സൺസ് ലൈഫ്. ഓക്കെ, ഒരു കോമൺ മാനിൽ എങ്ങനെയാണ് ഓർത്തോ നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഒരു BDS ഫ്രഷറിനൊക്കെ ഓർത്തോ ഡിപ്പാർട്ട്മെന്റിനെ എങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക? ഹായ് ഓൾ, ഡോക്ടർ ആഷിഖാണ് ഫ്രം ബാട്ടി കാലിക്കറ്റ്. നമ്മൾ ഈ യൂട്യൂബ് വീഡിയോയുടെ ഒരു പുതിയ സീരീസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. നമ്മുടെ സീരീസിൻ്റെ നെയിം ബിയോണ്ട് BDS എന്നുള്ളതാണ്. ബേസിക്കലി നമ്മൾ ഈ ഒരു സീരീസിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ ബേസിക്കലി ഡെൻറ്റിസ്ട്രിയിൽ ഉള്ള സ്പെഷ്യാലിറ്റീസ്, അതുപോലെ തന്നെ ജോബ് ഓപ്പർച്യൂണിറ്റീസ്, അതുപോലെ തന്നെ ഡിഫറെൻറ്റ് മേഖലയിലോട്ട് പോയ ഡെൻറ്റിസ്റ്റുകളെ കുറിച്ചൊക്കെ വളരെ ആക്റ്റീവ്ലി ഡിസ്കസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു സീരീസിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ നമുക്ക് ഇന്ന് നമ്മുടെ ഫസ്റ്റ് എപ്പിസോഡിൽ സ്പെഷ്യാലിറ്റി ടോക്സ് ആണ് നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുള്ളത്. സോ വി ഹാവ് അവർ സ്പെഷ്യൽ ഗസ്റ്റ് ഡോക്ടർ ബഷീർ നഹ. ആക്ച്വലി ബഷീർ ഡോക്ടർ ഒരു ഓർത്തോഡോണ്ടിസ്റ്റ് ആണ്, എൻ്റെ ചീഫ് ഓർത്തോഡോണ്ടിസ്റ്റ് അറ്റ് നഹാസ് ഡെൻ്റൽ കെയർ കോഴിക്കോട്. സോ വെൽക്കം ടു ദി ഷോ ഡോക്ടർ. ആക്ച്വലി നമ്മൾ ഒരു ഫസ്റ്റ് എപ്പിസോഡാണ് നമ്മുടെ ഈ ഒരു സീരീസ് ബിയോണ്ട് BDS എന്നുള്ളതാണ് നമ്മൾ ഈ സീരീസിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓർത്തോഡോണ്ടിക് ഡിപ്പാർട്ട്മെൻറ്റിനെ കുറിച്ചാണ്. സോ എനിക്ക് തോന്നുന്നു അതിനെക്കുറിച്ച് ആപ്റ്റായിട്ട് സംസാരിക്കാൻ പറ്റിയ ഒരു പേഴ്സൺ തന്നെയാണ് നമ്മുടെ മുമ്പിലുള്ളത്. സോ ഡോക്ടറെ, നമ്മൾ ആക്ച്വലി നമ്മുടെ ഇതിലോട്ട് വരുന്ന സമയത്ത് എങ്ങനെയാണ് ഓർത്തോഡോണ്ടിക് ഡിപ്പാർട്ട്മെൻറ്റിൽ എത്തിയത്, എങ്ങനെയായിരുന്നു ആ ജേർണി? ഹായ് ഓൾ. ഓക്കെ, ഹാപ്പി ടു ബി വിത്ത് മിസ്റ്റർ ആഷിഖ്. താങ്ക് യു ഫോർ ഇൻവൈറ്റിംഗ് മീ ഓൺ ദിസ് ഷോ. അപ്പോൾ എൻ്റെ ജേർണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് ആക്ച്വലി എ ഫ്രൂട്ട്ഫുൾ വൺ ആക്ച്വലി. ഓക്കെ, ആൻഡ് ഇറ്റ് വാസ് എ വണ്ടർഫുൾ ജേർണി ഗെറ്റിംഗ് ഹിയർ. ഓക്കെ, സോ BDS സമയത്ത് തന്നെ എനിക്ക് എക്സ്ട്രാക്ഷൻസ് ഇഷ്ടമായിരുന്നു, നല്ലപോലെ ഇഷ്ടമായിരുന്നു എക്സ്ട്രാക്ഷൻസ്. ഐ ഡിഡ് നോട്ട് ലൈക്ക് പ്രോസ്തോ. എന്തെങ്കിലും നമ്മൾ നല്ലൊരു ബാൻഡൊക്കെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺക്രീറ്റ് പഠിക്കാൻ എല്ലാവരും ചോദിക്കുകയും ചെയ്യും. അപ്പോൾ പ്രോസ്തോയിൽ ഞാൻ കുറച്ച് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ ഓൾവേസ് ഹാഡ് എ ബാക്ക്വേർഡ് സ്റ്റെപ്പ്. അപ്പോൾ അങ്ങനെ ഡിപ്പാർട്ട്മെന്റ് വെച്ച് അസസ് ചെയ്ത് നോക്കുമ്പോൾ ഓർത്തോയിൽ എനിക്ക് വയർ ബെൻഡിങ് ഭയങ്കര താല്പര്യമുള്ളൊരു കാര്യമായിരുന്നു. ഭയങ്കര ഇഷ്ടമായിരുന്നു വയർ ബെൻഡിങ്. അപ്പോൾ കമ്പി വലിക്കുക ഞാൻ എൻ്റെ ബാച്ച്മേറ്റ്സിനും ഐ യൂസ് ടു റെഡിലി ഡു ഓൾ മൈ ബാച്ച്മേറ്റ്സ് വർക്ക് ഓൾസോ. അങ്ങനെ കമ്പി വിളിക്കുന്ന പണിക്കാരൻ അപ്പോൾ കമ്പി വിളിക്കാറ്. അപ്പം അങ്ങനത്തെ ഒരു ഇതുണ്ടായിരുന്നു. അപ്പം ഓർത്തോ എപ്പോഴും എനിക്ക് ഇഷ്ടമായിരുന്നു. ഓക്കെ, ആൻഡ് ഐ ഡോണ്ട് നോ, ഐ യൂസ് ടു ഡു വെൽ ഇൻ ഓർത്തോ ഓൾസോ. ഓക്കെ, പിന്നെ അന്ന് നമ്മൾ PGസിനൊക്കെ ഞാൻ പഠിക്കുന്ന സമയത്ത് PGസിനൊക്കെ നോക്കും ഓർത്തോ ഹാഡ് എ ഡിഫറെൻറ്റ് ചാം. ഓക്കെ, നോട്ട് ടു ഡിഗ്രേഡ് എനി ഓഫ് ദ ബ്രാഞ്ചസ്, എവറി ബ്രാഞ്ച് ഇസ് ബ്യൂട്ടിഫുൾ ഇൻ ഇറ്റ്സ് ഓൺ വേ. ഓക്കെ, പക്ഷേ ഓർത്തോ ഹാഡ് എ ഡിഫറെൻറ്റ് ചാം. അപ്പം കഴിഞ്ഞു, BDS കഴിഞ്ഞു, ഒരു 3-4 കൊല്ലമൊക്കെ ഇങ്ങനെ കറങ്ങി കുറേ GPs ചെയ്തു. ഓക്കെ, cities was not working for me, too many extractions was not working, and as you know, right, I love football. Okay, നമ്മൾ ഒരുമിച്ച് കളിക്കുന്ന ആൾക്കാരാണ്. Okay, you are the number one of IDM Malabar. I've been playing for this team for so many years. 10 വർഷമായിട്ട് കളിക്കുന്നുണ്ടാവും ഓൾമോസ്റ്റ്. ഓക്കെ, അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുട്ബോൾ ഒന്നും നടക്കുന്നില്ല. അപ്പം അങ്ങനെയൊക്കെ ആയപ്പോൾ വീട്ടിലൊക്കെ സംസാരിച്ച് നോക്കിയപ്പോൾ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വീട്ടിൽ നിന്ന് എൻ്റെ ഉപ്പ പറഞ്ഞു, യു ടേക്ക്, യു ഡു സംതിങ്. സോ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദെൻ ഐ ഫെൽറ്റ് ഏതെങ്കിലും ഒന്നെടുത്ത് അതിൽ മാസ്റ്റർ ചെയ്യാം. So I had two choices. Okay, then I met my professor, who was my endodontic professor, Dr. Yadav Chakravarti. Okay, then me and BDS എന്നപ്പോയിലാണ് പഠിച്ചത്? അല്ല, BDS I studied in Vinayaga Mission. Okay, so it was very close to me. So me and my dad went to sir regarding this PG. So he said either endo or ortho. Okay, he will do it. Okay, then we gain confidence. Then I set my mind. Okay, I am going to do orthodontics. അങ്ങനെയാണ് ഈ ഓർത്തോഡോണ്ടിക് ജേർണി എത്തിയത്. പിന്നെ അന്ന് കൊമറ്റ് ആയിരുന്നു. കൊമറ്റ് സ്റ്റേറ്റ് എൻട്രൻസസ് കുറേ കോളേജസ് തമിഴ്നാടും കർണാടക അവസാനം കറങ്ങി തിരിഞ്ഞ് നമ്മൾ എന്നപ്പോയിൽ PG എത്തി. ഇപ്പോൾ ബേസിക്കലി ഓർത്തോ ഡിപ്പാർട്ട്മെൻറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു കോമൺ മാനിൽ എങ്ങനെയാണ് ഓർത്തോ നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഒരു BDS ഫ്രഷറിനൊക്കെ ഓർത്തോ ഡിപ്പാർട്ട്മെൻറ്റിനെ എങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക? ഓർത്തോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ I used to think, okay, what ortho is all about wire bending. Yeah, usually കേൾക്കുന്ന it's all about wire bending, braces. Okay. Other than that എന്തൊക്കെയാണ് ഓർത്തോയിലുള്ളത്? It's not at all that. It's a complete different ball and game. It's very beautiful. Okay, it's about
transforming people's life, okay, giving them a better quality of life, okay, improving people's social stature, okay, lot of things, okay. I mean, you can entirely change a person's life, okay. If there is one profession in dentistry, yes, ortho, you can influence very much, okay. അതിൽ സ്പെഷ്യാലിറ്റീനെ കുറിച്ച് പറയുമ്പോൾ എന്തൊക്കെ ഡിഫറെൻറ്റ് കേസസ് ആണ് യൂഷ്വലി അതർ ദാൻ ബ്രേസസ്? നമ്മൾ യൂഷ്വൽ കോമൺ ആൾക്കാർക്ക് ബ്രേസസ് അലൈനേഴ്സിനെ കുറിച്ചൊക്കെ ഇപ്പോൾ ധാരണയുള്ളൂ. അതർ ദാൻ എന്തൊക്കെയാണ് യൂഷ്വലി നമ്മൾ അവിടെ ചെയ്യാറ്? നമുക്ക് വരാറുണ്ട് പ്രത്യേകിച്ച് സ്കെൽറ്റൽ എഫിഷ്യൻസി കേസസ് ഒക്കെ നല്ലതായിട്ട് ഈ താടൊക്കെ ഒരുപാട് മുമ്പോട്ടും താട ബാക്കിലും മുച്ചിരി പാലറ്റ് ഒക്കെ പല്ലുകളില്ലാത്ത മിസ്സിംഗ് കേസസ് ജെനറ്റിക്കലായിട്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒളിഗോഡോൺഷ്യ അങ്ങനത്തെ മിസ്സിംഗ് കേസസ് ഒക്കെ വരാറുണ്ട്. അപ്പം കേസ് വൈസും കുറേ ഡിഫറെൻറ്റ് കേസസ് ഉണ്ട്. അതർ ദാൻ ഇതുപോലെ കുറേ കേസസ് ഉണ്ട്. നമ്മളിപ്പോൾ ഭാഷ ഡോക്ടർ ആദ്യം തന്നെ പറഞ്ഞു ഇതൊരു എന്താ പറയുക ഒരു ചാമിങ് ഡിപ്പാർട്ട്മെൻ്റ് ആണ്. യൂഷ്വലി നീറ്റ് പി ജി ഒക്കെ കഴിഞ്ഞ് നല്ല റാങ്ക് വരുന്ന ആൾക്കാരൊക്കെ ചൂസ് ചെയ്യുന്നതാണ് ബേസിക്കലി ഓർത്തോ എന്നുള്ള ഡിപ്പാർട്ട്മെൻറ്റ്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു കൺസിഡറേഷൻ ഓർത്തോയിലോട്ട് വരാനുള്ള കാരണം? ഒന്ന് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടേ മുതലുള്ള ഒരു ഓറ ഉണ്ട്, ദാറ്റ്സ് ദേർ, ഓക്കെ. പിന്നെ എന്താന്ന് വെച്ചാൽ ഐ ഡോണ്ട് നോ, ഓക്കെ, ഐ വാസ് എന്താന്ന് വെച്ചാൽ ആക്ച്വലി മിസ്ലെഡ്. ഐ തോട്ട് ഇറ്റ് വാസ് ഓൾ അബൌട്ട് വൈ ബെൻഡിങ്, ബട്ട് it's not. It's more than that. It's about growth. It's very interesting, okay. It's not all a very dry topic. If you're actually very interested in orthodontics, okay, I mean, it makes you think. It makes you think. You have biomechanics. There is one department. It's not about the mechanical aspect. Okay. You think, okay, how is the patient going to evolve? I see a child at 7 years old. How is it going to be at 10 years old? Okay. So you have a field in dentistry, which keeps on working your brain. If that's one department, that is orthodontics. Okay, that's the beauty of it. Okay, you have the craniofacial, you have the airways, you have the malocclusions, lots. We can ലിമിറ്റ് ചെയ്യുന്നില്ല കുറേ കാര്യങ്ങൾ. ഒരുപാട് ഉണ്ട് സംസാരിക്കാൻ. Orthodontics, it's not one field. Okay, orthodontics is one, and dentofacial orthopedics, it's one. അതിൽ തന്നെ ഒരുപാട് നമുക്ക് ഡിവിഷൻസ് ഉണ്ട്. കുട്ടികളെ ഗ്രോത്ത് റിലേറ്റഡ് മുതൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ബി ഡി എസ് എം ഡി എസ്ക്ക് വരുന്നൊരു സമയത്ത് എത്രത്തോളം ഡിഫിക്കൽട്ടാണ്, എന്തൊക്കെ ചാലഞ്ചസ് ഉണ്ട്, എം ഡി എസ് എടുക്കാൻ പോകുന്ന കുട്ടികളൊക്കെ എത്രത്തോളം ശ്രദ്ധിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ്? It's basically leveling up yourself. Okay, it's about sustaining pressure. Okay, how much you can sustain pressure. എത്രത്തോളം സ്ട്രെസ്ഫുൾ ആണ് എം ഡി എസ്? സ്ട്രെസ്ഫുൾ തന്നെയാണ്. ഓക്കെ, അതിന് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് യാതൊരു സംശയമില്ല. Okay, because I was an average student, to be really frank. Okay, and like I said earlier, I love football, I love sports. Okay, so basically I was a sportsman, in a BDS attire. അപ്പം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ actually I never got many things coming into orthodontics. The growth, we had to do the basics over again. Some things never clicked. Okay, some things never clicked. But towards the finally, some things made sense. Okay, and now it's even more beautiful. Okay, some things are making more sense now. Okay, that's the beauty of ortho. Okay. You keep learning every day. Okay, so BDS to MDS, the transition is you level up. There is, okay, it's like I said earlier, it's ability of yourself to sustain pressure. Okay, എളുപ്പമൊന്നുമല്ല, but it will എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ you will get through. ഡോക്ടർ പി ജി ലൈഫ് ഒക്കെ പറയുകയാണെങ്കിൽ എങ്ങനെ ഉണ്ടായിരുന്നു? പി ജി ലൈഫ്, I had one of the best PG lives. Okay, Enapoya is a very beautiful college. Okay, I had a very beautiful department, amazing teachers, amazing batchmates. Okay, and the best part, I had football. Okay, so I had something which I liked. I enjoyed there. So that was there. So I never really felt the pressure. Okay, until final year was hell lot of pressure. Okay, because I started playing again. Because in my UG days, we didn't have so much of football. Because until 17 or 18 or 20 years of age, I actually almost played. A good amount of football. A decent level of football. But then I always wanted to be a professional footballer, which I couldn't. Okay, but then when I went to Enapoya, I got that. Okay, so PG life was it was good. It was smooth. ഇപ്പോൾ ഓർത്തോ എന്നുള്ള ഡിപ്പാർട്ട്മെന്റ് എടുക്കാൻ ആഗ്രഹിക്കുന്ന കുറേ ആസ്പിറൻസ് ഉണ്ടാവും. സോ ആരാണ് ഒരു പെർഫെക്റ്റ് കാൻഡിഡേറ്റ് ടേക്ക് ടു ഓർത്തോ? അങ്ങനെ ഒന്നും എന്താണെന്ന് വെച്ചാൽ നമുക്ക് പറയാൻ പറ്റില്ല. യൂഷ്വലി ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ ചാമിങ് അല്ലെങ്കിൽ നല്ലൊരു സാലറി ഇങ്ങനെയൊക്കെ കൺസിഡർ ചെയ്തുകൊണ്ട് ഓർത്തോ എടുക്കാൻ വേണ്ടി പോകുന്ന ആൾക്കാരുണ്ട്. സോ എന്തൊക്കെയാണ് ഒരു
പ്രീ റിക്വസ്റ്റ്സ് ഡോക്ടർ പറഞ്ഞു ഡോക്ടർ വയർ ബെൻഡിങ്ങിൽ നല്ലതായിരുന്നു, അല്ലെങ്കിൽ ക്ലിനിക്കലി കുറച്ചും കൂടി എൻഡോക്ക് പോകാൻ അല്ലെങ്കിൽ പ്രോസ്റ്റോക്ക് അത്ര താല്പര്യം ഉണ്ടായിരുന്നില്ല, സോ അങ്ങനെയൊക്കെ നോക്കുന്ന സമയത്ത് എന്തായിരിക്കും? ബേസിക്കലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യു ഷുഡ് നോ ദ സബ്ജക്റ്റ്. ഓക്കെ, ഹ്യൂമൻ അനാറ്റമി, ഹൗ യു ഗ്രോ. ഓക്കെ, അങ്ങനത്തെ തിങ്കിങ്ങും അങ്ങനെ ക്രിയേറ്റീവ് തിങ്കിങ്ങും അങ്ങനെ ആർട്ടിലൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ, ഓക്കെ, they will be more suited to this. But still, it's not that others won't be suited. Okay, അതൊക്കെ ഒരു പേഴ്സണൽ താല്പര്യം പോലെ. Okay, I actually was misled. I just told you earlier, right? കേട്ടോ, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ when I came to ortho, ഇതാണല്ലോ ortho. Okay, so it's always better to have an idea. Ask your seniors, friends, what is it? What it is. I didn't have anyone to guide me then. Yeah. Okay, so like നമ്മൾ വെള്ളത്തിൽ ചാടിയിട്ടാണ് അറിയണത്. ഓക്കെ, ഇതാണ് സംഭവം. സോ എൻ്റെ കേസിൽ അങ്ങനെ ആയിരുന്നു. അപ്പം ലേശം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ക്രിയേറ്റീവും എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ഇവോൾവ് ചെയ്യാൻ പറ്റും അങ്ങനെ കാര്യം. എപ്പോഴും ഓർത്തോ ഞാൻ ഡോക്ടേഴ്സിനെ കണ്ടിട്ടുണ്ട്, ഒരു 2 years എന്താണ് നടക്കാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ചാണ് കൂടുതലായിട്ട് അവർ കാണുക. അതായത് ഇപ്പോൾ പ്രസന്റ്ലി ഉള്ള പേഷ്യൻ്റെ ഫേസിനേക്കായും ഒരു 2 to 3 years എങ്ങനെ റിസൾട്ട്സ് ഉണ്ടാക്കുക എന്നുള്ളതാണ് എപ്പോഴും അവർ തിങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അറിയണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് ഏറ്റവും വലിയൊരു കഴിവ് നമുക്ക്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രോത്ത് പ്രഡിക്ഷൻ, ഗ്രോത്ത്, ഒരുപാട് കാര്യങ്ങളുണ്ട് അങ്ങനെ കാണാൻ കഴിയും. ഇറ്റ്സ് ഓൾ അബൌട്ട് പ്ലാനിങ്. ഓക്കെ, പിന്നെ സാലറി വൈസ് ഇറ്റ്സ് ഗുഡ്. ഓക്കെ, ഇറ്റ്സ് ബൈ ദ ഓൾമൈറ്റി ഇറ്റ്സ് ഗുഡ്. ഓക്കെ, ബട്ട് യു ഹാവ് ടു ബി റെഡി ടു വർക്ക് ഹാർഡ്. ഓക്കെ, ദർ ഈസ് നോ ലേറ്റ് ബാക്ക്. സംടൈംസ് യു ഹാവ് ടു വർക്ക് ഓൺ സൺഡേസ്. ഓക്കെ, നോ holidays. Okay, because I still remember I have sacrificed so many things. Yeah. Okay, but no regrets. I'm still happy about it. Okay, it's given me everything. Okay, especially when you have to sacrifice Sunday footballs. Okay, so many football tournaments. Okay, so many things during my prime time. Okay, so that is you should be be ready to work for long hours. Okay, so that is one thing about ortho. ഈ സ്കോപ്പ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസിനൊക്കെ ഭയങ്കര റെലവൻസിലൊരു കാലമാണ്. സോ എന്തൊക്കെയാണ് ഓർത്തോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സ്കോപ്പ് ഓപ്പർച്യൂണിറ്റീസ്? സ്കോപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യന്മാരെ വായിൽ പല്ലുണ്ടോ, സ്കോപ്പ് ഉണ്ട്. Okay, if you are ready to do good work, if you are I always believe if you are able to deliver quality work anywhere on this planet, you will have scope. There is no limit to your scope. ഇപ്പോൾ റീസെൻ്റ്ലി അലൈനേഴ്സ്, ബ്രേസസ് അതിനൊക്കെ കുറച്ചും കൂടി നല്ലൊരു പ്രൊമോട്ട് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. സോ എന്താണ് അങ്ങനത്തെ ഏരിയയിലോട്ടൊക്കെ എക്സ്പ്ലോർ ചെയ്യുമ്പോൾ പാഷനേറ്റായിട്ട് നിൽക്കുന്ന ഓർത്തോഡോണ്ടിസ്റ്റുകൾ അല്ലെങ്കിൽ MDS ആസ്പിറൻസ് അങ്ങനെയൊക്കെ നോക്കുന്ന സമയത്ത് എന്തൊക്കെയാണ് അവർക്ക് കുറച്ചും കൂടി ലിമിറ്റഡ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസും ഡിഫറൻ്റ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് ഇങ്ങനെ ഗെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം അപ്പോൾ ഡിഫറൻ്റ് ആയിട്ടുള്ള എന്തൊക്കെ മേഖലയിലോട്ട് പോകാൻ വേണ്ടി പറ്റും? ഒരുപാടുണ്ട്. മറ്റേ ഓർത്തോഡോണ്ടിക്സ് യു ജസ്റ്റ് ഡോണ്ട് നീഡ് അലൈനേഴ്സ് പറഞ്ഞാൽ ഒരു അലൈനർ സ്പെഷ്യലിസ്റ്റ് ആയിട്ട് മാറും. ഇറ്റ്സ് എ വെരി ഗുഡ് മൊഡാലിറ്റി. സോ എന്താ വെച്ചാൽ വൺ ഓഫ് ദ നൗ ഇറ്റ്സ് ട്രെൻഡിങ്. ഓക്കെ, but it's a very debatable topic. Yes. Okay, I don't want to go there. Okay, but my take is you can do cases with aligners. Okay, but there are some cases. Okay, case selection is important. Okay, some cases can be done with aligners, some cases always traditional braces is the best. Okay, then orthodontic scope is it's huge. You have airway orthodontics, which is actually a very trending topic nowadays. Okay, you have the cleft orthodontics, you have surgical orthodontics. Like so many departments are there. Okay, it's orthodontics. There are a lot of fields. Okay, so these are some interesting fields. Okay, those who are interested just keep on going. Then research is there. A lot of things. Especially teaching is there. Teaching is there. If you want to do PhDs. Okay. ഇനിയിപ്പോൾ MDS എടുക്കാൻ പോകുന്ന സ്റ്റുഡൻസ് ഉണ്ടാവും, അതായത് എന്താണ് MDSനെ കുറിച്ചുള്ളൊരു ടേക്ക്? MDS എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ MDS ബേസിക്കലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് elevation of yourself, elevation of your knowledge, elevation, it's upgrading of yourself to personally yourself and to the professional world. ഓക്കെ, പുറത്തൊക്കെ പോകുമ്പം ഒക്കെ ഒരുപാട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പല ടോക്സും പല ഇതും. ഓക്കെ, ബേസിക്കലി അതാണ്. ബേസിക്കലി ഒരു ഇൻട്രസ്റ്റ് ആണ്. ഓക്കെ, ഇറ്റ്സ് ഇൻട്രസ്റ്റഡ്. ഓക്കെ, പ്ലീസ് ഡോണ്ട് ഡു ഇറ്റ് ഫോർ ദ സേക്ക് ഓഫ് ഡൂയിങ് MDS. ഓക്കെ, ബിക്കോസ് ദാറ്റ് won't help you reach anywhere. Okay, if you are really interested in clinical practice, okay, dentistry, bachelor of dentistry is itself, you have tremendous scope of practice there. Even after that, okay, you don't need to actually take MDS to actually master in your skills in dentistry. Okay, you have a lot of other options. Okay, MDS, if you are interested in one particular field, okay, I want to be a good prosthodontist, I want to be a good oral surgeon, I want to be a very good orthodontist. Okay, then I think you should look into that. റാപ്പിഡ് ഫയർ ക്വസ്റ്റ്യൻസിലോട്ട് പോകാം. നമ്മൾ കുറച്ച് റാപ്പിഡ് ഫയർ സെറ്റ് ചെയ്തിട്ടുണ്ട്. സോ
അലൈനേഴ്സ് ഓർ ബ്രേസസ്? braces. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മോസ്റ്റ് സാറ്റിസ്ഫൈങ് തിങ് ഇൻ ഓർത്തോ? കുറേ തിങ്സ് ഉണ്ടാവും അതിൽ ഏറ്റവും സാറ്റിസ്ഫൈങ്. There is a lot of things, but at the end of the day, okay, when when the whole family, the patients, if you can influence one person's life, okay. The other day I got a thank you note from 16-year-old. Thank you so much, doctor. I'm able to smile confidently, okay. So I mean, that is one satisfying part. Okay, if you can, if some way or the other you are influencing somebody's life, yes, definitely an orthodontist can. ഓക്കെ. വൺ വേർഡ് ടു ഡിസ്ക്രൈബ് MDS? One word to describe MDS is, it's on the funnier part. Please take it as that, okay? Do or die. ഓക്കെ. ഞാൻ വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഒരു 10 years അല്ലെങ്കിൽ 12 ഒരു 15 years ഒക്കെ ബാക്ക് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഓർത്തോഡോണ്ടിക്സ് തന്നെയാണോ എടുക്കുക? Yes, definitely. ടൈം ട്രാവൽ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ Yes. എന്തുകൊണ്ട്? Okay, because like I said, right, okay, as a dental student, I loved wire bending. Nobody was there. Okay, now you're saying once I knew orthodontics, yes, definitely I will take it. It's a very beautiful department. Okay, I'm on a day-to-day basis, we are influencing people's life. We are giving them the best smiles. Okay, not only best smiles. There are people who comes in the department saying, "Doctor, I'm having joint pain. TMJ pain is there." Okay, those are not able to bite. The other day I finished a beautiful case. Probably you must have seen one of my cases on my Instagram. Yes, recent cases. A complete deep bite, Okay, just see, I've transformed his life. He's able to smile. He's able to have food. No joint pain. So such things, yes. Okay, I will be taking ortho 15 years back also. ഓക്കെ. ഫൈനൽ നോട്ടായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഡിപ്പാർട്ട്മെന്റ് എടുക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടാവും. സോ അവർക്ക് എന്താണ് അവർക്കൊരു ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് അഡ്വൈസ് ആയിട്ട് കൊടുക്കുക? Yes, orthodontist is a very beautiful department, okay, but be ready to slog hard, okay. It's not going to be easy, okay. I was a very average student, okay. Many things never came up to be like my batchmates, naturally, some everybody is different, okay. So I mean, be ready to slog the hours, okay. You have your thesis. I mean, it's not going to be very easy. You have cases to finish also. So yes, okay. I mean, keeping all these in mind, you guys can take. ഓർത്തോ എന്നുള്ള സ്പെഷ്യാലിറ്റിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ബഷീർ ഡോക്ടർ നമ്മളോട് ഡിസ്കസ് ചെയ്തു. കൺക്ലൂഡ് ചെയ്ത് പറയുന്ന സമയത്ത് നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം, നമുക്കൊരു ഈ പറഞ്ഞ പോലെ കുറേ ക്രൗഡ് അങ്ങോട്ട് മൂവ് ചെയ്യുന്നുണ്ടെന്ന് കരുതി നമ്മൾ ഒരു സ്പെഷ്യാലിറ്റി ചൂസ് ചെയ്യുന്നതിൽ ഉപരിയായിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള, നിങ്ങൾ പാഷനേറ്റ് ആയിട്ടുള്ള, നിങ്ങൾക്ക് എത്രത്തോളം വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നുള്ള ഒരു പ്രൊഫഷൻ എടുത്ത് അല്ലെങ്കിൽ ഒരു PG എടുത്ത് നിങ്ങൾ മൂവ് ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുള്ള കാര്യമാണ് കൺക്ലൂഡ് ചെയ്ത് പറയാനുള്ളത്. സോ താങ്ക് യു സോ മച്ച് ബഷീർ ഡോക്ടർ ഫോർ നമ്മുടെ ഈ ഒരു ദിവസം ഇവിടെ സ്പെൻഡ് ചെയ്ത്. ക്ലിനിക്കൽ കേസൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മുടെ സ്റ്റുഡിയോയിൽ എത്തിയിട്ടുള്ളത്. ആൻഡ് ഓൾ ദി ബെസ്റ്റ് ദ സ്റ്റുഡൻസ് ഹു വാണ്ട് ടു ടേക്ക് MDS ഇൻ ഓർത്തോ. ആൻഡ് ബൈ. നമ്മുടെ നെക്സ്റ്റ് എപ്പിസോഡിൽ എന്ത് ചെയ്യാം നമുക്ക് കാണാം. Okay, thank you for having. Thank you, Dr. Ash. Thank you.